ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC IT പരീക്ഷ ആരംഭിക്കാൻ പോവുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് SSLC IT പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ കൃത്യമായിട്ട് ചെയ്യേണ്ടതെല്ലാം കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാം എന്നാണ്. അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക, അതേപോലെ പ്രാവർത്തികമാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പേ രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ITയുടെ വീഡിയോകളും അത് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവിഷൻ വീഡിയോകളും സ്റ്റഡി ടിപ്സും ഷുവർ ക്വസ്റ്റ്യൻസും സ്റ്റഡി പ്ലാനുകളും എല്ലാം ഈ ചാനലിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. SSLC പരീക്ഷ കഴിയുന്നത് വരെ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല ഉപകാരമുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് IT തിയറി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം എന്നുണ്ട് എങ്കിൽ ഓപ്പൺ ഔട്ട് ലേണിംഗ് ആപ്പ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് അതിന് അവസരം നൽകുകയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഞങ്ങളുടെ ഓപ്പൺ ഔട്ട് ലേണിംഗ് ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ IT എക്സാം അല്ലെങ്കിൽ IT പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രീ ആണ്. നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ തിയറി ചോദ്യങ്ങൾ ഓപ്പൺ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത് ഓരോ ആൻസറും ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇപ്പം തന്നെ അതും ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കിടക്കാം. IT പരീക്ഷാ ഹാൾ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ലഭിക്കുന്നത് 1 മണിക്കൂർ സമയമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 60 മിനിറ്റ് സമയം. ഈ 60 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾ തിയറി ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യണം. 4 പ്രാക്ടിക്കൽ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് കഴിയേണ്ടതുണ്ട്. ചില കുട്ടികൾ IT എക്സാം എഴുതുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ വേഗത്തിൽ 20 മിനിറ്റ് കൊണ്ടും 30 മിനിറ്റ് കൊണ്ടും ചെയ്യാനുള്ള വർക്കുകളെല്ലാം തീർത്ത് പോകുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ടൈം ഔട്ടായി പോകുന്ന കുട്ടികളെയും കാണുന്നുണ്ട്. ഈ ടൈം ഔട്ട് ആവുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 60 മിനിറ്റ്, അതായത് നിങ്ങൾ എക്സാം ഹാളിൽ കയറി സ്റ്റാർട്ട് എക്സാം എന്ന ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് എക്സാം എന്ന് ക്ലിക്ക് ചെയ്ത ആ സമയം മുതൽ കൗണ്ട് ഡൗൺ ആരംഭിക്കും. 60 മിനിറ്റിൽ നിന്നും താഴോട്ട് കൗണ്ട് ഡൗൺ 59 മിനിറ്റ് 58 മിനിറ്റ് ആ രീതിയിൽ കൗണ്ട് ഡൗൺ തുടങ്ങും. അത് 0 എത്തുന്നത് വരെ, അതായത് ആ 60 മിനിറ്റ് കൊണ്ട് നിങ്ങളിതെല്ലാം പൂർത്തിയാക്കണം. ഏറ്റവും ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് തിയറി ചോദ്യങ്ങളാണ്. തിയറി ചോദ്യങ്ങൾ 2 ടൈപ്പിൽ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, മൾട്ടിപ്പിൾ ചോയ്സും അതിൽ ഒരു ആൻസർ ടിക്ക് ചെയ്താൽ മതി. പിന്നീട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ്, അതിൽ 2 ആൻസർ ടിക്ക് ചെയ്യണം. ഈ തിയറി ചോദ്യങ്ങൾ പലപ്പോഴും സമയം ഒരുപാട് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് തിയറി ചോദ്യങ്ങളാണ്. കാരണം പല തിയറി ചോദ്യങ്ങളും കുട്ടികൾക്ക് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികൾ ഇത് നോക്കി കുറേ സമയം ഇരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തിയറി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഏതാണ്ട് 4 പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ, 28 മാർക്കിന് ഉള്ള 4 പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യാനുള്ള സമയം മിസ്സാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ തിയറി ചോദ്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. പറ്റിയാൽ അതിനേക്കാൾ എത്ര കുറച്ച് സമയം എടുക്കുന്നു അത്രയും കുറച്ച് സമയമെടുത്ത് തിയറി ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. 15 മിനിറ്റിനുള്ളിൽ എങ്കിലും നിങ്ങൾ തിയറി ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഒരുപാട് വൈകാൻ പാടില്ല. ഓക്കെ, കൂട്ടിപ്പോയാൽ ഒരു 20 മിനിറ്റ് വരെ. 20 മിനിറ്റൊക്കെ റിസ്ക് ആണ്. പിന്നെ ഒരു 40 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 4 പ്രാക്ടിക്കൽ ചെയ്യണം. എങ്കിലും മാക്സിമം പോയി കഴിഞ്ഞാൽ 20 മിനിറ്റ്, 15 അല്ലെങ്കിൽ 12 മിനിറ്റിനുള്ളിൽ തന്നെ തീർത്താൽ അത്രയും നല്ലത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ തിയറിക്ക് വേണ്ടി കുറേ സമയം ചിലവഴിച്ച് പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യത്തിന് സമയം കിട്ടാതെ വരുന്നത് കരുതുക. 4 പ്രാക്ടിക്കൽ ചെയ്യണ്ടേ, ഇതിനാവശ്യത്തിന് സമയം കിട്ടാതെ വരുന്നത് കരുതുക. ഇതിൻ്റെ പ്രശ്നം, നിങ്ങൾ 4 പ്രാക്ടിക്കൽ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, തിയറി കഴിഞ്ഞു, അതിനുശേഷം ആദ്യത്തെ പ്രാക്ടിക്കൽ ചോദ്യത്തിലേക്ക് പോയി. ആദ്യത്തെ പ്രാക്ടിക്കൽ കുറേ നേരം അതും ചെയ്തിരുന്നു, പിന്നെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അവസാനം നിങ്ങൾക്ക് 1-2 പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഇടാൻ പോലും ഇൻവിജിലേറ്റേഴ്സും കഴിയില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം, ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ വർക്കിലും ഒരു പരിധിയിലധികം സമയം നിൽക്കരുത്. 10 മിനിറ്റിനുള്ളിൽ തന്നെ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു പ്രാക്ടിക്കൽ ചോദ്യം കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ്. ചിലപ്പോൾ ചിലത് കൂടുതൽ ചെയ്യാനാവും, ചിലത് കുറവായിരിക്കും. അപ്പം ചിലത് കൂടുതൽ ചെയ്യാനുള്ള ചിലപ്പോൾ 10 മിനിറ്റിൽ അധികം എടുക്കും. അപ്പോൾ കുറച്ച് സമയം വേണം, ചിലപ്പോൾ 5-6 മിനിറ്റ് തീർക്കാം. എന്തായാലും ആവറേജ് ഒരു 10 മിനിറ്റ് ഒരു പ്രാക്ടിക്കൽ വർക്കിന് എന്ന രീതിയിൽ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിയറി ചോദ്യങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കാൻ പാടില്ല. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളത് തീർക്കാൻ ശ്രമിക്കണം. പ്രാക്ടിക്കൽ ഒന്നിനൊരു 10 മിനിറ്റ് എന്ന രീതിയിൽ വേണം ഇത് ചെയ്ത് പോവാൻ. പിന്നെ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ തിയറി ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് ഫിനിഷ് ചെയ്യാതെ ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്തിരിക്കുന്ന ഉത്തരങ്ങളൊക്കെ ശരിയാണ് തിയറിയിൽ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അഥവാ ഏതെങ്കിലും തെറ്റായിട്ട് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ടിക്ക് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി നോക്കി അത് കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ നിങ്ങൾ ഫിനിഷ് ചെയ്യാവൂ. ഇതിനെല്ലാം കൂടിയാണ് ഞാനൊരു 15 മിനിറ്റ് പറഞ്ഞത്. കൂടിപ്പോൾ 20 മിനിറ്റ് ഒക്കെ റിസ്ക് ആണ്.
15 മിനിറ്റ് തീർത്ത് അത്രയും നല്ലത്. പ്രാക്ടിക്കലിന് ഒരു 10 മിനിറ്റ് വെച്ചിട്ടും തീർക്കാൻ ശ്രമിക്കുക. ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല, ഇതൊക്കെ എല്ലാ കുട്ടികളും ചെയ്യുന്നതാണ് വളരെ കൃത്യമായിട്ട്. എങ്കിലും ഒരു പ്രാക്ടിക്കൽ ചോദ്യത്തിന് ഒരുപാട് സമയം കൊടുത്താൽ നിങ്ങൾക്ക് അവസാനത്തേക്ക് ഏതെങ്കിലുമൊക്കെ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. എന്തൊക്കെ സാഹചര്യം ഉണ്ടെങ്കിലും നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും ഓപ്പണെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി അവസാനം നിങ്ങൾക്ക് 2 മിനിറ്റേ ബാക്കിയുള്ളൂ, നിങ്ങൾക്ക് ഇനിയും 2 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അറ്റൻഡ് ചെയ്യാനുള്ള 2 ക്വസ്റ്റ്യൻ ജസ്റ്റ് ഓപ്പൺ എങ്കിലും നിങ്ങൾ ചെയ്യണം. അങ്ങനെ സാഹചര്യത്തിൽ പോവാതെ പരമാവധി ഒരു 40-50 മിനിറ്റിനുള്ളിൽ തന്നെ പരിപാടികൾ തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പക്ഷേ ടൈം മാനേജ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.